ലൈഫ് മൊത്തം അൺക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുക. കുറെ പേര് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെ നേടുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും നേടാൻ പറ്റാത്ത പോലെ. നമ്മൾ എവിടെയാണോ അവിടെ തന്നെ സ്റ്റക്കായി കിടക്കണ പോലെ ഫീൽ ചെയ്യുക. ഫോൺ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു ഫീലിംഗ് വരാത്ത പോലെ. കുറെ കാര്യത്തിൽ എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യണ പോലെ. ചില സമയത്ത് ഒറ്റപ്പെടുമ്പോൾ ഒരു എംറ്റി ഫീലിംഗ് തോന്നുക, വല്ലാത്തൊരു അൺക്ലിയർ ആയിട്ടുള്ള ഫീലിംഗ്, എന്തെന്ന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണില്ല, കാരണമല്ലാതെ മൂഡ് ഓഫ് ആവുക. ഇതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ നല്ല ആളല്ലാത്തതുകൊണ്ടോ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടോ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടോ അല്ല. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ഹാവ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി വരാത്തതിൻ്റെ കാരണം നമ്മളൊരു മൈൻഡ് കാം ആവാത്തതുകൊണ്ടാണ്. കുറേ പ്രഷർ, കുറേ കൺഫ്യൂഷൻസ് അതൊക്കെ മനസ്സിൽ കയറിയിട്ട് നിങ്ങളെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. ഇതിന് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ 3 മെയിൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഈസ് ബോദറിങ് യു നൗ എഴുതി വെക്കുക. അതിനുശേഷം വൈ ഈസ് ഇറ്റ് ബോദറിങ് മീ, അതിനുശേഷം എഴുതാൻ പറ്റുന്ന കാര്യം ഈ ഒരു പ്രശ്നം മാറ്റാൻ അല്ലെങ്കിൽ ഒന്ന് കുറക്കാൻ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്. ഇതിന് ശേഷം തന്നെ നമുക്ക് നന്നായിട്ട് നമ്മളെ മൈൻഡ് കാമായ പോലെയും ലൈറ്റ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇതേപോലെ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാനും നിങ്ങളെ ഫ്യൂച്ചറിനെയും ലൈഫിനെ പറ്റിയിട്ടും കുറേ ഗോൾസ് സെറ്റ് ചെയ്യാനും ആക്ഷൻസ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു 21 ഡേയ്സ് ഡയറക്ഷൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.